കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ സിപിഎം നേതാക്കളും പാർട്ടിയും പ്രതിപട്ടികയിൽ. മുൻ മന്ത്രിമാരായ എ.സി. മൊയ്തീനും കെ രാധാകൃഷ്ണൻ എംപിയും പാർട്ടി മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസും പ്രതിപട്ടികയിലുള്ള പ്രമുഖർ. ഈ നേതാക്കൾ തട്ടിപ്പിന് ഒത്താശ ചെയ്തുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അന്തിമ കുറ്റപത്രത്തിലെ 27 പേരടക്കം 83 പേരാണ് പ്രതികൾ. അനധികൃത വായ്പകൾ അനുവദിച്ചാണ് നേതാക്കൾ കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കലൂർ PMLA കോടതിയിലാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. CPIM പാർട്ടി 68-ാം പ്രതിയും മുൻമന്ത്രിയും CPM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ എ.സി. മൊയ്തീൻ കേസിൽ 67-ാം പ്രതിയും മുൻ ജില്ലാ സെക്രട്ടറി എം വർഗീസ് 69-ാം പ്രതിയും മുൻമന്ത്രിയും മുൻ സ്പീക്കറും മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ രാധാകൃഷ്ണൻ എംപി 70-ാം പ്രതിയുമാണ്. CPM പൊർത്തുശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി AR പീതാംബരൻ, പൊർത്തുശ്ശേരി സൗത്ത് ലോക്കൽ സെക്രട്ടറി MB ബിജു, ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി KC പ്രേമജൻ എന്നിവരും പ്രതികളാണ്. CPM-ന്റെ ലോക്കൽ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള 8 നേതാക്കളാണ് കരുവന്നൂർ കള്ളപ്പണ കേസിലെ 2ാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ബാങ്ക് തട്ടിപ്പിന് കൂട്ടുനിന്നു, കള്ളപ്പണത്തിന്റെ പങ്കുപറ്റി, സുതാര്യമായി സമ്പാദിച്ച പണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈവശം വെച്ചു, അനധികൃത പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി, അന്യായമായി വായ്പകൾ അനുവദിക്കാൻ ഇടപെട്ടു, ബാങ്ക് നടത്തിപ്പിലും ഇടപെടൽ നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് കുറ്റപത്രത്തിൽ CPM-നെതിരെ ചുമത്തിയിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കാനും നിയമവിരുദ്ധ വായ്പ നൽകാനും എ.സി. മൊയ്തീന്റെ ഇടപെടലുണ്ടായി. അനധികൃത ലോൺ അനുവദിച്ചതിന്റെ കമ്മീഷനായി വാങ്ങിയ തുക കൊണ്ടാണ് പാർട്ടിക്കായി ഭൂമി അടക്കം വാങ്ങിക്കൂട്ടിയത്. ഈ ഭൂമി ഇഡി കണ്ടുകെട്ടിയിരുന്നു. വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ മധു അമ്പലപുരം 64-ാം പ്രതിയാണ്. കേസിൽ 128 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി ഇതുവരെ കണ്ടുകെട്ടിയിട്ടുണ്ട്. തട്ടിപ്പിലൂടെ 180 കോടി രൂപയാണ് പ്രതികൾ സമ്പാദിച്ചത്. വിവിധ പാർട്ടി ഘടകങ്ങളുടെ അക്കൗണ്ടുകളും 77 ലക്ഷം രൂപയും ഇഡി കണ്ടുകെട്ടിയിരുന്നു. പാർട്ടിയും നേതാക്കളും പ്രതികളായതോടെ CPM കടുത്ത പ്രതിരോധത്തിലാണ്. ജനം, കൊച്ചി.